ആലപ്പുഴ ചേർത്തലയിലെ സൈക്കോ കില്ലർ സെബാസ്റ്റ്യൻ പ്രതിയായ ഐഷ കൊലക്കേസും സംസ്ഥാന ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചേക്കും. കേസ് ഏറ്റെടുക്കണമെന്ന ശുപാർശ ജില്ലാ പോലീസ് മേധാവി കൈമാറി. ബിന്ദു പത്മനാഭൻ വധക്കേസിന്റെ വിചാരണ അധികം വൈകാതെ ചേർത്തല കോടതിയിൽ ആരംഭിക്കും. കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയുടെ തിരോധാന കേസിന്റെ അന്വേഷണമാണ് സൈക്കോ കില്ലർ CM സെബാസ്റ്റ്യനെ കുടുക്കിയത്. ധ്യാനകേന്ദ്രത്തിൽ വെച്ച് പരിചയപ്പെട്ട ജൈനമ്മയെ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കത്തിച്ചു കളഞ്ഞുവെന്നാണ് കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ഈ കേസിന്റെ ചോദ്യം ചെയ്യലിനിടെ കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭനെയും സമാനമായ രീതിയിൽ കൊന്നുവെന്ന് സെബാസ്റ്റ്യൻ വെളിപ്പെടുത്തി. തുടർന്ന് ഈ കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. 2006 ബിന്ദു പത്മനാഭനെ കാണാതാകുന്നത്. പക്ഷേ കുടുംബവുമായി അകന്നു കഴിയുകയായിരുന്ന യുവതിയെ കാണാനില്ലെന്ന് കാട്ടി 10 വർഷത്തിന് ശേഷമാണ് വിദേശത്ത് സ്ഥിരതാമസമാക്കിയ സഹോദരൻ പരാതി നൽകിയത്. ആദ്യം പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും കേസ് അന്വേഷിച്ചു. വ്യാജരേഖ ചമച്ച് ബിന്ദുവിന്റെ പേരിലുണ്ടായിരുന്ന കോടികൾ വിലയുള്ള സ്വത്തുക്കൾ സെബാസ്റ്റ്യനും സുഹൃത്തുക്കളും ചേർന്ന് വിറ്റെന്ന് കണ്ടെത്തി. പക്ഷേ ബിന്ദുവിന് എന്തു സംഭവിച്ചുവെന്ന് കണ്ടെത്താനായില്ല. എന്നാൽ പുനരന്വേഷണത്തിലൂടെ സത്യം പുറത്തു വന്നു. ബിന്ദുവിനെയും സെബാസ്റ്റ്യൻ കൊന്നു കുഴിച്ചുമൂടിയെന്നാണ് കണ്ടെത്തൽ. മാസങ്ങൾക്ക് ശേഷം മൃതദേഹം പുറത്തെടുത്ത് കഷ്ണങ്ങളാക്കി കത്തിച്ചു. ചാരം കായലിൽ ഉപേക്ഷിച്ചു എന്നാണ് ചേർത്തല കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം. 2012 മെയ്യിൽ കാണാതായ മുൻ സർക്കാർ ജീവനക്കാരി ഐഷയെയും സമാനമായ രീതിയിൽ സെബാസ്റ്റ്യൻ കൊന്നു കുഴിച്ചുമൂടിയെന്നാണ് ചേർത്തല പോലീസിന്റെ കണ്ടെത്തൽ. എന്നാൽ ഈ കേസുകളിലൊന്നും കാര്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ടുകൂടിയാണ് ഐഷ കേസും സംസ്ഥാന ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ശുപാർശ ചെയ്തത്. നിലവിൽ വിയ്യൂർ ജയിലിലാണ് സെബാസ്റ്റ്യൻ ഉള്ളത്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.